Welcome you all to this new income tax video. Our today's topic is Perquisites. We have discussed various forms of salaries up to Provident Fund through our previous videos. Now we are going to discuss about another form of salary named Perquisites. Then what is Perquisites? It means any benefit attached to an office or position in addition to salary or wages. It may be given in cash or in kind. ഒരു എംപ്ലോയിക്ക് അവർക്ക് കിട്ടുന്ന സാലറിയുടെ അല്ലെങ്കിൽ വേജസിൻ്റെ പുറമെ അവരുടെ ഒരു പൊസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ടാവാം കൈൻഡായിട്ടാവാം. പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാവുന്ന കൈൻഡായിട്ട് റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് മാത്രമാണ് പെർക്വിസൈറ്റ്സ് എന്നതിൻ്റെ പരിധിയിൽ വരുന്നത്. ക്യാഷായിട്ട് റിസീവ് ചെയ്യുന്ന പെർക്വിസൈറ്റ്സിന് ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വിളിക്കുന്നത് അലവൻസസ് എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ലേൺ ചെയ്ത് കഴിഞ്ഞു. ദെൻ ദർ ആർ 3 types ഓഫ് പെർക്വിസൈറ്റ്സ്. പെർക്വിസൈറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ഏതൊരു അസസിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസൈറ്റ്സ്. ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ആൻഡ് ഓൺലി. സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസൈറ്റ്സ്. ആൻഡ് ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ്, എല്ലാവരും സംബന്ധിച്ചിടത്തോളം ടാക്സ് ചെയ്യേണ്ടതില്ലാത്ത പെർക്വിസൈറ്റ്സ്. Then let us understand the first type of perquisite, which is perquisites taxable in all cases. In this video, I am going to discuss this type of perquisite only. The remaining 2 perquisites will be discussed in our next video. The first item coming under this category is the value of rent-free accommodation or accommodation at a concessional rent. എംപ്ലോയിക്ക് ചിലപ്പം എംപ്ലോയർ വളരെ റെൻ്റൊന്നും വാങ്ങിക്കാതെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് മാത്രം ഒരു കൺസെഷണൽ റേറ്റിന് റെൻറ്റ് വാങ്ങിച്ചിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വാല്യൂ പെർക്വിസൈറ്റായിട്ട് കാണിച്ച് ടാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ഒന്നാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് പറയാം. അതിന് മുമ്പായിട്ട് ഈ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. Then the next one is any sum paid by the employer in respect of any obligation payable by employee. എംപ്ലോയീൻ്റെ ഒബ്ലിഗേഷൻസ് വല്ലതും എംപ്ലോയർ പേ ചെയ്താൽ അത് പെർക്വിസൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിനകത്ത് ഏതൊക്കെ വരും നോക്കാം. ക്ലബ് ബിൽസ് ഓർ ഹോട്ടൽ ബിൽസ്, പേയ്മെൻറ്റ് ഓഫ് ലോൺ, എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഓഫ് എംപ്ലോയീസ് ചിൽഡ്രൻ, സാലറി ഓഫ് ഡൊമസ്റ്റിക് സെർവൻറ്റ്, ഇൻകം ടാക്സ് ഓർ എനി അതർ ടാക്സ് പേയബിൾ ബൈ എംപ്ലോയി. അപ്പോൾ ഇത്തരത്തിൽ എംപ്ലോയി പേ ചെയ്യേണ്ടതായിട്ടുള്ള വല്ല ഐറ്റവും എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണോ ഉള്ളത് അത് പെർക്വിസൈറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അത് നമ്മൾ ടാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Then the value of any specified security or security shares allotted. Security shares allot ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യണം. Then any contribution to an approved superannuation fund. The value of any fringe benefit or immunity. വേറെ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വാല്യൂ. അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The first one is interest free or concessional loan, holiday enjoyment, free food, gift, expenses charged to a credit card, club expenses, use of movable assets, any other benefit or immunity. എന്താണെന്നുള്ളത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഐറ്റം നോക്കാം. ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് എംപ്ലോയീസിനും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് നോക്കാം. ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ദ എംപ്ലോയീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം അത് ഫർണിച്ചറോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അത് ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയാം. ഫർണിച്ചർ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ വരും നോക്കാം. നമുക്ക് എമൗണ്ട് ഡിറ്റർമിൻഡ് ആസ് പെർ ഗവൺമെൻറ് റൂൾസ്. ഗവൺമെൻറ് റൂളുകളിൽ ഒരു ഇത്തരത്തിലുള്ളൊരു അക്കോമഡേഷന് ഇത്ര വില നിശ്ചയിച്ചിരിക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ടാവും. ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യനകത്ത് അത് പ്രത്യേകം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതല്ലാതെ മാർക്കറ്റ് വാല്യൂ ഇത്രയാണെന്നോ അങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതൊന്നും ആ കുട്ടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം കാണിച്ചാൽ മതിയാവും.
ദെൻ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഇത് മാത്രമേ വരുള്ളൂ. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിലോ എമൗണ്ട് ഡിറ്റർമിൻഡ് ആസ് പെർ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള എമൗണ്ട് ആദ്യം എടുത്തിരിക്കണം. ദെൻ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, 10% പെർ ആനം ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% അല്ലെങ്കിൽ ഹയർ ചാർജസോ. അതായത് എംപ്ലോയർ ഈ ഫർണിച്ചർ എങ്ങാനും എവിടെന്നെങ്കിലും ഹയറിന് എടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് കൊടുത്താണെങ്കിൽ ആ ഹയർ ചാർജ് എത്രയുണ്ടോ അത് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പം ഈ രണ്ടതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് വല്ല എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിച്ച എമൗണ്ട് ലെസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം കിട്ടിയ എമൗണ്ടാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റത്തെ രണ്ടും മാത്രമേ വരുള്ളൂ. ഗവൺമെൻറ് റൂളും ഈ 10% ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതും കൂടെ വരുള്ളൂ. കൺസെഷണൽ റെൻറ്റിനാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏത് വരുന്നത്, എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള പേയ്മെൻറ്റ് ലെസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് അക്കോമഡേഷൻ കൊടുക്കുമ്പോഴാണ് അവിടെ കൺസെഷണൽ റെൻറ്റിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കേസ് ആയിക്കോട്ടെ, എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലെസ് സെയിൽ നിർബന്ധമാണ്. കാരണം അത് കഴിച്ചുള്ളതേ അയാൾക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ശ്രീ ബിഷൻ നറൈൻ ഈസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫ് ആഗ്ര. മജിസ്ട്രേറ്റ് ആണ്. ഹി ഈസ് ലിവിങ് ഇൻ എ ഫേർണിഷ്ഡ് ബംഗ്ലോ പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെൻറ് ഫ്രീ ഓഫ് റെൻറ്റ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷനാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഹിസ് സാലറി ഈസ് ₹1,20,000 പെർ മന്ത്. The rent of unfurnished bungalow as per government rule is 2,000 per month. ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ആ ബംഗ്ലാവിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു മാസം 2,000 രൂപയാണ് റെൻറ്റ് വരുന്നത്. ബട്ട് ഇറ്റ്സ് ഫെയർ റെൻ്റൽ വാല്യൂ ഈസ് ₹17,500 പെർ മന്ത്. പക്ഷേ ആ ബിൽഡിങ്ങിന് വരുന്ന FRV വാല്യൂ എന്ന് പറയുന്നത് 17,500 ഹീ ഈസ് പ്രൊവൈഡിങ് ഫർണിച്ചർ കോസ്റ്റിംഗ് 1,70,000. ഫർണിച്ചറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് 1,70,000 ആണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് ആസ് എ പെർക്വിസൈറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഇൻകം ടാക്സ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ് എംപ്ലോയീനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള വാല്യൂ ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2,000 rupees കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ അവിടുത്തെ ഫെയർ റെൻ്റൽ വാല്യൂ നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട. അപ്പോൾ നോക്കുക, റെൻ്റൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസ് എത്ര വരിക, 2,000 പെർ മന്താണ്. ഒരു വർഷത്തേക്ക് 2,000 × 12 24,000 rupees വരും. ദെൻ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 10% കൂടെ കൂട്ടണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ 1,70,000 തന്നിട്ടുണ്ട്. സോ ആഡ് 10% ഓഫ് 1,70,000 ഫോർ ഫർണിഷിങ്സ്. അതിൻ്റെ 10% എത്ര വരിക, 17,000 rupees ആണ് വരിക. 24,000 17,000 കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 41,000 rupees ആണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ദെൻ അതർ എംപ്ലോയീസ് എന്നുവെച്ചാൽ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവരുടെ കേസസിൽ എങ്ങനെയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ നോക്കാം. ഇതിൽ 2 കേസുണ്ട്. ഒന്ന് അക്കോമഡേഷൻ എംപ്ലോയറുടെ സ്വന്തം ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ, അതായത് ബിൽഡിങ് എംപ്ലോയറുടെ സ്വന്തമാണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയർ എവിടെന്നെങ്കിലും റെൻറ്റിന് എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ, രണ്ടിലും കാൽക്കുലേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം, അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. എംപ്ലോയറുടെ ബിൽഡിങ് നിൽക്കുന്നത് 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയിലാണെങ്കിൽ, സിറ്റീസ് ഹാവിങ് പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh ആസ് പെർ 2001 സെൻസസ്, 15% ഓഫ് ദി സാലറി ഈസ് കൺസിഡേർഡ് ആസ് ദ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ്. സാലറിയുടെ 15% ആയിരിക്കും എന്ത്, ഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ. ഇത് എംപ്ലോയി എത്ര പീരീഡിലേക്ക് ബിൽഡിങ് ഹെൽഡ് ചെയ്യുന്നുവോ അത്രയും പീരീഡിലേക്കുള്ള സാലറിയുടെ 15% നമ്മൾ എടുക്കുകയെന്ന് മാത്രം. ദെൻ പോപ്പുലേഷൻ 10 lakhൻ്റെയും 25 lakhൻ്റെയും ഇടയിലാണെങ്കിൽ, സിറ്റീസ് ഹാവിങ് പോപ്പുലേഷൻ എക്സീഡിങ് 10 lakh ബട്ട് നോട്ട് മോർ ദാൻ 25 lakh, 10% ഓഫ് ദ സാലറി ഈസ് കൺസിഡേർഡ് ആസ് ദ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ്. ദെൻ അതർ പ്ലേസസ് 7.5% of the salary is considered as the value of unfurnished house. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. അക്കോമഡേഷൻ
ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എവിടെന്നെങ്കിലും ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്തതാണെങ്കിൽ. ആദ്യം അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ കേസ് നോക്കാം. ആക്ച്വൽ ലീസ് റെൻ്റൽ ഓർ 15% ഓഫ് ദ സാലറി for the period during which the accommodation was occupied by an employee, whichever is less. ആക്ച്വൽ ലീസ് റെൻ്റൽ, യഥാർത്ഥ ലീസ് റെൻ്റൽ എത്രയാണോ അത്, അല്ലെങ്കിൽ സാലറിയുടെ 15%. ഏതാണ് ചെറുതെങ്കിൽ അതാണ് നമ്മൾ അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ എടുക്കണം. അത് മേൽ പറഞ്ഞതിൽ ഏതാണോ സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് തരം പോലെയുള്ള വാല്യൂ എടുക്കുക. ആൻഡ് 10% പെർ ആനം ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. നമ്മൾ നേരത്തെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലും പറഞ്ഞ കാര്യം തന്നെയാണ്. ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% എടുക്കുക. അല്ലെങ്കിൽ അത് എംപ്ലോയർ ഹയറിന് കൊടുത്ത ഫർണിച്ചർ ആണെങ്കിൽ അതിൻ്റെ ഹയർ ചാർജസ് എടുക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? കൺസെഷണൽ റെൻറ്റിനാണ് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൺസെഷണൽ റെൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കി ഭാഗം ഫ്രീ ആയി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അന്നേരത്തെ എങ്ങനെയായിരിക്കും നോക്കാം. ഒന്ന് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് ഓർ ഫർണിഷ്ഡ് ഹൗസ്. ഫർണിഷ്ഡ് അല്ലാത്ത അങ്ങനെയാണ് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഫർണിഷ്ഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ടുള്ള ആ ഫർണിഷ്ഡ് വാല്യൂ എടുക്കാം. ഏതാണ് സിറ്റുവേഷൻ അനുസരിച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ എടുക്കുക. അതിൽ നിന്നും ലെസ് എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ബൈ എംപ്ലോയി അടച്ചതോ ഇനി അടക്കാൻ പോകുന്നതോ ആയിട്ടുള്ള എമൗണ്ട് എത്ര വെച്ച് കഴിഞ്ഞാൽ അത് ലെസ് ചെയ്യുക. ബാക്കിയുള്ളതായിരിക്കും വാല്യൂ ഓഫ് കൺസെഷണൽ റെൻ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കമ്പനി ഹാസ് പ്രൊവൈഡഡ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ടു ആൻ എംപ്ലോയി. എംപ്ലോയി ഏതാന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഗവൺമെൻറ് എംപ്ലോയി അല്ല എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് എത്താം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് ഓഫ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ്റെ പെർക്വിസൈറ്റ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഒന്ന് ഫെയർ റെൻ്റൽ വാല്യൂ ഓഫ് ദ ഹൗസ് ആനുവൽ, FRV വാല്യൂ തന്നിട്ടുണ്ട്, 70,000 ആണ്. ദെൻ സാലറി 6 lakh തന്നിട്ടുണ്ട്, പെർ ആനു ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ 2 കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ദ ഹൗസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ സിറ്റി ഹൂസ് പോപ്പുലേഷൻ ഈസ് മോർ ദാൻ 25 lakh. 25 lakhൽ കൂടുതൽ പോപ്പുലേഷനുള്ളൊരു സിറ്റിയിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ തൊട്ടുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞതാണത്. 15% ഓഫ് ദ സാലറിയാണ് അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ. നമ്മങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെ മൈൻഡ് ചെയ്യുകയേ വേണ്ട, ഈ ഫെയർ റെൻ്റൽ വാല്യൂവിനെ നമ്മൾ നോക്കുകയേ വേണ്ട. അപ്പോൾ നോക്കാം. ദ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് ഷാൾ ബി 15% ഓഫ് സാലറി. 6 lakh ആണ് സാലറി, അതിൻ്റെ 15% എത്രയാണ്? 90,000 ആണ് വരിക. അപ്പോൾ ഈ 90,000 ആണ് ഫസ്റ്റ് കേസിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ പെർക്വിസൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കാം. ദ ഹൗസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ സിറ്റി ഹൂസ് പോപ്പുലേഷൻ ഈസ് ലെസ് ദാൻ 10 lakh. നമ്മൾ 3 കേസാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 25 lakhൻ്റെ മുകളിലുള്ളത്, 10ൻ്റെയും 25 lakhൻ്റെയും ഇടയിലുള്ളത്, അതർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? 10ന് താഴെയുള്ളതായിരിക്കും. അപ്പോൾ 10ന് താഴെയുള്ളതിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ. ദ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് ഷാൾ ബി 7.5% ഓഫ് സാലറി. അപ്പം 6 lakhൻ്റെ 7.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000 ആയിരിക്കും. അപ്പം ഈ ഒരു കേസിലും നമ്മൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? ഫെയർ റെൻ്റൽ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. എ കമ്പനി ടുക്ക് എ ഹൗസ് ഓൺ റെൻറ്റ് ആൻഡ് അലോട്ടഡ് ഇറ്റ് ടു ഇറ്റ്സ് എംപ്ലോയീസ്. റെൻറ്റിന് എടുത്തിരിക്കുന്നത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് ഓഫ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ്റെ പെർക്വിസൈറ്റ് വാല്യൂ ആണ് കാണേണ്ടത്. ഫസ്റ്റ് നോക്കാം. റെൻറ്റ് പെയ്ഡ് ഫോർ ദ ഇയർ 60,000, സാലറി 5 lakh, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഇൻ ദ ഹൗസ് 60,000, റെൻറ്റ് ചാർജ്ഡ് ഫ്രം എംപ്ലോയി പെർ മന്ത് 1,000 rupees. അപ്പം ഇവിടെ റെൻറ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയർ റെൻറ്റിന് അക്കോമഡേഷൻ എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ എങ്ങനെ കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ആക്ച്വൽ റെൻ്റൽ വാല്യൂയോ അല്ലെങ്കിൽ 15% ഓഫ് സാലറിയോ വിച്ചെവർ ഈസ് ലെസ്, അതാണ് ഫർണിഷ്ഡ് ഹൗസിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ചെവർ ഈസ് ലെസ്. സാലറി 5 lakh ആണ്, അതിൻ്റെ 15% നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും 75,000 rupees ആണ് വരിക. ആ 75,000ഉം
റെൻറ്റ് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 60,000 ആണ്. ഇതിലേതാ ചെറുത്? 60,000 ആണ്. സോ 60,000 റുപ്പീസ് നമ്മളിവിടെ കാണിക്കാം. ദെൻ ഫർണിഷ്ഡ് ഹൗസ് ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫർണിച്ചറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ റെൻ്റൽ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 10% നമുക്ക് എടുക്കാം. 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യാം. എത്ര വരിക? 60,000ൻ്റെ 10% 6,000 ആണ് വരിക. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 66,000 എന്ന് കിട്ടും. ദെൻ എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയറുടെ അടുത്തുനിന്ന് എല്ലാ മാസവും 1000 രൂപ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസെഷണൽ റെൻറ്റിനുള്ള അക്കോമഡേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പം എല്ലാ മാസവും 1000 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 12 മാസത്തിന് 12,000 റുപ്പീസ് വാങ്ങിക്കുന്നുണ്ടാവും. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് റെൻറ്റ് ചാർജ്ഡ് ഫ്രം എംപ്ലോയി 1000 × 12,000 റുപ്പീസ്. 66,000 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 54,000 കിട്ടും. ഇതാണ് നമ്മുടെ വാല്യൂ ഓഫ് കൺസെഷണൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് ഒരു കേസും കൂടെ ഉണ്ട്. അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. എംപ്ലോയിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് ഹോട്ടലിലാണെങ്കിൽ, അപ്പോൾ ഇത് ഗവൺമെൻറ് എംപ്ലോയിന്നോ നോൺ ഗവൺമെൻറ് എംപ്ലോയിന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരേ റൂളാണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് വേർ ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഹിസ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ and the period in an aggregate does not exceed 15 days. ഇപ്പം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന സമയത്ത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതാവാം. അത് ഒരു 15 ദിവസത്തിൽ കൂടാത്ത ഒരു പീരിയഡാണ് എങ്കിൽ പെർക്വിസൈറ്റ് വാല്യൂ നില്ലായിരിക്കും, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇൻ എനി അതർ കേസസ് മീൻസ് 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ദ വാല്യൂ ഷാൾ ബി ടേക്കൺ 24% ഓഫ് സാലറി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ പ്രീവിയസ് ഇയർ for the period during which such accommodation is provided or the actual charges paid or payable to such hotel whichever is less. 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ സാലറിയുടെ 24%ഓ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ പേ ചെയ്ത ആക്ച്വൽ ചാർജോ ഏതാണ് കുറവ് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ പെർക്വിസൈറ്റ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ 24% സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര ദിവസത്തേക്കാണോ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് അത്രയും ദിവസത്തെ സാലറിയുടെ 24% ആണ് എടുക്കേണ്ടത്. ദെൻ ഇങ്ങനെ എടുത്ത എമൗണ്ടിൽ നിന്നും എംപ്ലോയിൻ്റെ അടുത്തു നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ ലെസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എംപ്ലോയിൻ്റെ കേസിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു കേസിലാണെങ്കിലും ലെസ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. എക്സ് ഈസ് അപ്പോയിൻറ്റഡ് അറ്റ് കൊൽക്കത്ത. ഹീ സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ ഫോർ 25 days ആൻഡ് thereafter ഷിഫ്റ്റഡ് ഇൻ എ ഹൗസ് പ്രൊവൈഡഡ് ബൈ ഹിസ് എംപ്ലോയർ. ഹോട്ടലിൽ 25 days സ്റ്റേ ചെയ്തു, ശേഷം എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത ഹൗസിലേക്ക് അയാൾ ഷിഫ്റ്റ് ചെയ്തു. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഡിറ്റർമിൻ ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് സ്റ്റേ ഇൻ എ ഹോട്ടൽ. ഹോട്ടലിൽ നിന്നതിൻ്റെ ആ ഒരു പെർക്വിസൈറ്റ് വാല്യൂ എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. റൂം റെൻറ്റ് ഇൻ ഹോട്ടൽ ₹1000 പെർ ഡേ. ഒരു ദിവസത്തെ ഹോട്ടൽ റെൻറ്റ് എത്രയാണ്? 1000 രൂപയാണ്. ദെൻ സാലറി ഫോർ വാല്യുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ സാലറി അഗ്രിഗേറ്റ് എമൗണ്ട് 7,30,000 ആണ്. ദെൻ ദ എംപ്ലോയർ റിക്കവേർഡ് ₹200 പെർ ഡേ ഫ്രം എക്സ് റിഗാർഡിംഗ് സ്റ്റേ ഇൻ എ ഹോട്ടൽ. ഹോട്ടലിൽ നിന്ന വകയിൽ എക്സ് എന്ന എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് എംപ്ലോയർ എത്ര വാങ്ങിക്കുന്നുണ്ട്? ഡെയിലി 200 രൂപ വാങ്ങിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? എംപ്ലോയി ഹോട്ടലിൽ നിന്ന ദിവസം എത്രയാണോ അത്രയും ദിവസത്തെ സാലറി, ആ സാലറിയുടെ 24%ഓ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത ദിവസത്തിൽ വന്ന ചിലവ് എത്രയാണോ അതോ, ഏതാ ചെറുതേച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നോക്കാം. 7,30,000 ആണ് ഒരു ഇയറിലെ മുഴുവൻ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ നിന്നത് 25 ദിവസമാണ്. അപ്പോൾ 25 ദിവസം സാലറി എത്രയെന്ന് ആദ്യം കാണണം. അപ്പോൾ 7,30,000 ഇൻറ്റു 25 ഡേ ആണ്. അതുകൊണ്ട് 25 ഡിവൈഡഡ് ബൈ 365 ഡേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 25 ഡേയിൽ 25 ദിവസത്തെ സാലറി എത്രയാണെന്ന് കിട്ടും. അതിൻ്റെ 24% ആണ് ആദ്യം കാണേണ്ടത്. അത് എത്രയാണ് വരിക? 12,000 റുപ്പീസാണ് വരിക. ദെൻ ഹോട്ടൽ റൂം റെൻറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1000 പെർ ഡേ ആണ്. അപ്പോൾ 1000 ഇൻറ്റു 25 ഡേ ആണ് നിന്നിരിക്കുന്നത്. 1000 ഇൻറ്റു 25 25,000 ആണ് വരിക. ഇതിലേതാണ് കുറവ് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പം സാലറിയുടെ 24% 12,000 ആണ് ചെറിയ എമൗണ്ട്. അത് നമ്മളിവിടെ കാണിച്ചു.
ദെൻ എക്സിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. അതിനെ നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എക്സ് 200 പെർ ഡേ ആണ്. അപ്പോൾ 200 × 25 എത്ര വരിക? 5000 റുപ്പീസാണ് വരിക. 12,000 നിന്ന് 5000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 7000 റുപ്പീസ്. അപ്പോൾ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് എന്ന് പറയുന്നത് 7000 റുപ്പീസാണ്. പെർക്വിസൈറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ് എന്നതിലെ ഫസ്റ്റ് ഐറ്റം വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ ബാക്കിയുള്ള ഐറ്റംസ് 1 by 1 ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് അലോട്ട്മെൻറ്റ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. What is sweat equity? It means equity shares issued by a company to its employees or directors or other persons engaged in the promotion of company, free of cost or at concessional rate or for consideration other than cash. ഒരു കമ്പനി അതിൻ്റെ എംപ്ലോയീസിനോ അതിൻ്റെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന മറ്റു വ്യക്തികൾക്കോ ഫ്രീ ഓഫ് കോസ്റ്റിന് അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിന് അല്ലെങ്കിൽ ക്യാഷിന് പകരമുള്ള ഒരു കൺസിഡറേഷൻ ആയിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഷെയർസാണ് ഇക്വിറ്റി ഷെയർസ്. അപ്പം ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക? പെർക്വിസൈറ്റ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. FMV ഓഫ് ഷെയർസ് ഓൺ ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദ ഓപ്ഷൻ. ഇങ്ങനെയൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് ആ എംപ്ലോയി അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ എപ്പോഴാണോ അത് എക്സസൈസ് ചെയ്യുന്നത്, നടപ്പിൽ വരുത്തുന്നത്, ആ ഡേറ്റിലുള്ള ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ FMV വാല്യൂ എടുക്കുക. ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം എംപ്ലോയീൻ്റെ അടുത്ത് നിന്ന് വല്ലതും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ബാക്കി കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ടു സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഇവിടെ എംപ്ലോയർ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 1,50,000 എബോ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് പെർക്വിസൈറ്റിൻ്റെ വാല്യൂ ആയിരിക്കും. ദെൻ ഇൻഡസ്ട്രി ഓർ കൺസെഷണൽ ലോണ്. ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ കൺസെഷണൽ റേറ്റിൽ ലോണ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ പെർക്വിസൈറ്റ് വാല്യൂ എങ്ങനെ കാണുന്നത് നോക്കാം. where the amount of loan does not exceed ₹20,000. 20,000 താഴെയുള്ളൊരു എമൗണ്ടാണ് ലോണായിട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പെർക്വിസൈറ്റ് വാല്യൂ നില്ലാണ്, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ലോൺ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ സ്പെസിഫൈഡ് ഡിസീസസ്. ചില പ്രത്യേകതരം അസുഖങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർക്ലോസിസ്, ക്യാൻസർ, എയ്ഡ്സ് ഒക്കെ പോലത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെയും വാല്യൂ നില്ലാണ്. ഇനി അങ്ങനെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഫണ്ട് കൊടുത്തു, വല്ല ഇൻഷുറൻസും കാര്യമൊക്കെ എംപ്ലോയിക്ക് ഉണ്ട്, അയാൾക്ക് ആ ഫണ്ട് പിന്നീട് തിരിച്ച് കിട്ടുമെങ്കിൽ ആ എമൗണ്ട് പിന്നെ അവർ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ where the amount exceeds ₹20,000. 20,000 എബോവ് ആണ് വാല്യൂ വരുന്നതെങ്കിലോ the value is equal to the interest charged on the amount for the period by the State Bank of India. അത്തരം ഒരു എമൗണ്ടിന് അത്ര പീരീഡാണോ ആ പീരീഡിലേക്ക് SBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണോ അത്രയും റേറ്റിൽ അവർ ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ഒരു റേറ്റ് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ ആക്ച്വലി പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അതും SBIൻ്റെ റേറ്റ് അനുസരിച്ചുള്ള ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതായിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ലോൺ ഓഫ് 2 lakh ഈസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ഓഫ് 1st July 2018 വിതൗട്ട് എനി ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് കൊടുക്കുന്നത്. ദ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് ഷാൾ ബി. ഇപ്പോൾ ഇവിടെ നമ്മൾ SBIൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്ന് അസ്യൂം ചെയ്യാം. SBIൻ്റെ ആ സമയത്ത് മാർക്കറ്റിലുള്ള അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയെങ്കിൽ 2 lakh ആണ് ലോൺ എന്ന് പറഞ്ഞു, ജൂലൈയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ മാർച്ച് വരേക്ക് 9 മാസമാണ് വരിക. അപ്പോൾ 9/12 എത്രയാണോ പീരീഡ് ആ പീരീഡിലേക്ക് മതിയല്ലോ. സോ 9/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു SBIൻ്റെ റേറ്റ് എത്രയാണ് 10% ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ആ 10% വെച്ച് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത്രയായിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് വല്ല ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിലോ ചെറിയൊരു റേറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 2% വാങ്ങിക്കുന്നുണ്ടെന്ന് വെക്കുക എങ്കിൽ ആ 2% ലെസ് ചെയ്തതിന് ശേഷം എത്രയാണോ ഉള്ളത് അത്രയും എമൗണ്ട് ആയിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 lakh rupees ഉണ്ട്, 2 lakh. ദെൻ 9 മാസത്തേക്ക് ആയതുകൊണ്ട് 9/12. ദെൻ 10% ആണ് SBIൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു.
എംപ്ലോയിൻ്റെ അടുത്ത് വാങ്ങിക്കുന്നത് 2% ആണെന്ന് പറഞ്ഞു. 10% മൈനസ് 2%, 8% ഉണ്ടാവും. 8%, 8/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്. Then holiday enjoyment. Actual expenses met by the employer is the value of perquisite. എംപ്ലോയർക്ക് എത്ര ചിലവായോ അതാണ് നമ്മളുടെ പെർക്വിസൈറ്റ് വാല്യൂ. ദെൻ ഫ്രീ ഫുഡിൻ്റെ കേസിൽ ടീ ആൻഡ് സ്നാക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പെർക്വിസൈറ്റ് വാല്യൂ ഇല്ല. ദെൻ ഫ്രീ ഫുഡ് ഓർ നോൺ ആൽക്കഹോളിക് ബിവറേജസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ വർക്കിംഗ് ഹവേഴ്സ് ഇൻ എ റിമോട്ട് ഏരിയ ഓർ ആൻ ഓഫ് ഷോർ ഇൻസ്റ്റലേഷൻ. റിമോട്ട് ഏരിയയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യില്ല, നില്ലായിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ. ദെൻ ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് ഹവേഴ്സ് അറ്റ് ദ ഓഫീസ് ഓർ ബിസിനസ് പ്രിമൈസസ് ആണെങ്കിൽ എക്സംപ്റ്റ് അപ് ടു 50 പെർ മീൽ. 50 രൂപ വരെ, ഒരു മീലിന് 50 രൂപ വരെയൊക്കെ എക്സംഷൻ കിട്ടും. അതിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 75 റുപ്പീസ് വരുന്നുണ്ടെങ്കിൽ 50 കഴിച്ച് ബാക്കിയുള്ള 25 റുപ്പീസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. പെർക്വിസൈറ്റ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഒക്കേഷനിൽ കിട്ടുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ എക്സംപ്റ്റ് അപ് ടു 5,000 റുപ്പീസ് വരെയൊക്കെ എക്സംഷൻ കിട്ടും. ഇനി സെറമണിയൽ ഒക്കേഷൻസിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കേസസിലൊക്കെ ആണെങ്കിൽ എത്രയാണോ ഗിഫ്റ്റിൻ്റെ വാല്യൂ അത്രയും ആയിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്. Then expenses charged to credit card. The actual cost to the employer is the value of perquisite. എംപ്ലോയർക്ക് വരുന്ന കോസ്റ്റ് പെർക്വിസൈറ്റ് വാല്യൂ ആണ്. Then club expenses, the actual cost to the employer is the value of perquisite. Then use of movable asset വല്ലതും എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അസറ്റ് ബിലോങ്ങിങ് ടു ദ എംപ്ലോയറുടെ സ്വന്തം അസറ്റ് ആണെങ്കിൽ 10% പെർ ആനം ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് അസറ്റ്. അത്തരം അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ 10% പെർ ആനം ആയിരിക്കും പെർക്വിസൈറ്റ് വാല്യൂ. ഇനി ആ അസറ്റ് എംപ്ലോയർ ഒരു 10 ഇയർ കൂടുതൽ കാലമൊക്കെ ഉപയോഗിച്ച് പഴയ ഒരു അസറ്റ് ആണെങ്കിൽ അതിൻ്റെ പെർക്വിസൈറ്റ് വാല്യൂ നില്ലായിരിക്കും. ഇനി അസറ്റ് ടേക്കൺ ഓൺ റെൻറ്റ്, എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്താണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് പേയബിൾ ബൈ ദി എംപ്ലോയർ ആയിരിക്കും മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ പെർക്വിസൈറ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. എംപ്ലോയിക്കോ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരു മൂവബിൾ അസറ്റ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ യൂസ് ഓഫ് മൂവബിൾ അസറ്റിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അവിടെ റൂളിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അസറ്റോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒഴികെയുള്ള ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്തുള്ള കാൽക്കുലേഷനായിരുന്നു. ഇവിടെ അതടക്കം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അടക്കം ഉള്ള അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള കാൽക്കുലേഷനാണ് വരുന്നത്. അപ്പം ഇവിടെ 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ്. ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് എടുക്കുക, അസറ്റിൻ്റെ വാല്യൂ എത്ര വെച്ചാൽ അതെടുക്കുക. ലെസ് നമുക്കതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാവുന്നതാണ്. ലെസ് ഡിപ്രീസിയേഷൻ at the rate of 50% on the basis of return on value method for each completed year during which the asset is put to use by an employer. ഒരു എംപ്ലോയർ അസറ്റ് ഉപയോഗിച്ച വർഷങ്ങളെയൊക്കെ തന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടേൺ ഓൺ വാല്യൂ, ആ റിട്ടേൺ ഓൺ വാല്യൂവിൻ്റെ 50% നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് ലെസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കിട്ടിയ എമൗണ്ടിൽ നിന്നും എംപ്ലോയീൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പെർക്വിസൈറ്റ്സ് വാല്യൂ കിട്ടും. സോ ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി, അത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ മോട്ടോർ കാറിൻ്റെ കേസോ കോസ്റ്റ് ഓഫ് കാർ എടുക്കുക ആദ്യം. ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 20% ഓൺ ദ ബേസ് ഓഫ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഓൺ വാല്യൂവിൻ്റെ 20% നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് മൈനസ് ചെയ്യാം. അതിൽ നിന്നും എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് കിട്ടും. ദെൻ അതർ മൂവബിൾ അസറ്റ്. മറ്റ് മൂവബിൾ അസറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് അസറ്റ് എടുക്കുക. ലെസ് ഡിപ്രീസിയേഷൻ at the rate of 10% on the base of straight line method for each completed year during which the asset is put to use by employer. Straight line method പ്രകാരം ഉള്ള ബാലൻസ് എമൗണ്ടിന്മേൽ 10% കാണാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അതിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും വാല്യൂ ഓഫ് പെർക്വിസൈറ്റ് എന്ന് പറയുന്നത്. Thank you all. We will meet again with our remaining 2 categories of perquisites.
perquisites taxable in the case of specified employees and tax-free perquisites in our next video. Till then, bye-bye.